ഇന്നിപ്പോൾ മുണ്ടക്കയിലും ചൂരൽമലയിലും ഈ ദുരന്തബാധിത മേഖലകളിലൊക്കെ കേന്ദ്ര ഭൗമശാസ്ത്ര സംഘം പരിശോധനയ്ക്കെത്തിയിരുന്നു. എന്ന് വെച്ചാൽ അസംഖ്യം പേർ മരിച്ചവരോളം തന്നെ ഹതഭാഗ്യരായ മനുഷ്യരോളം തന്നെ ദുരിതം പേർന്നവരാണ് ഇപ്പോൾ അവിടെ ജീവിച്ചിരിക്കുന്നവരും അതിജീവിച്ചവരും. അപ്പോൾ ക്യാമ്പുകളിലൊക്കെ കഴിയുന്ന ആളുകൾക്ക് ഇനിയും ജീവിക്കണം, അവർക്ക് ആ മണ്ണിലേക്ക് ഇനി തിരിച്ചു പോകണമെന്ന് ആഗ്രഹിക്കുന്ന കുറച്ച് പേരുണ്ട്. പക്ഷേ ഇനിയും അങ്ങോട്ടേക്ക് പോകണമെന്ന് ആഗ്രഹിക്കാത്ത ആളുകളുമുണ്ട്. അപ്പോൾ അവർ ജീവിച്ചിരുന്ന വീടിൻ്റെ തറയടക്കം നശിച്ചു പോയവരും ആ ഭൂമിയടക്കം കാണാനില്ലാത്തവരുമായ അസംഖ്യം പേരുണ്ട്. അപ്പോൾ ഇനിയും ആ മണ്ണിൽ ജീവിക്കാൻ കഴിയുമെന്നുള്ള ചോദ്യം ആളുകൾക്ക് മുന്നിലുണ്ട്. കാരണം ഇനിയും ഈ ഉരുൾപൊട്ടൽ വരില്ലേ? കാരണം ആ മല ഇപ്പോഴും അവിടെ നിൽക്കുകയാണ്, അതിൻ്റെ ഒരു ചെറിയ ഭാഗം മാത്രമേ പൊട്ടി വന്നിട്ടുള്ളൂ. അപ്പോൾ ഇനിയും എത്രമേൽ സാധ്യമാണ് അവിടെ മനുഷ്യജീവിതം എന്നുള്ള ആശങ്ക. അപ്പം ഈ ഉരുൾപൊട്ടിയ വഴി കടന്നുപോയതിൻ്റെ അടുത്തൊക്കെ തകരാതെ കിടക്കുന്ന വീടുകളിലൊക്കെ ഉള്ള ആളുകൾ ഇപ്പോൾ ക്യാമ്പിലാണുള്ളത്. അവർക്കൊക്കെ തിരിച്ചു വരവ് എത്ര കണ്ട് പ്രയാസകരമാണ്. ആ ഭാഗത്ത് വയനാട്ടിൽ ഈ മലയടിവാരത്തൊക്കെയുള്ള ജനജീവിതം ഇനി എത്ര കണ്ട് സാധ്യമാണെന്നുള്ളൊരു ആശങ്ക അവിടെയുണ്ട്. അതും കൂടി നമ്മൾ സംസാരിക്കുകയാണ്. നിഷാദ്, ഈ ഭൗമശാസ്ത്ര സംഘം ഒരു പഠനം നടത്തി റിപ്പോർട്ട് നൽകേണ്ടതുണ്ട്. അതിനനുസരിച്ച് വേണം ഇനിയുള്ള ഒരു ഭാവി ആ ഭാഗങ്ങളിലൊക്കെയുള്ള ജീവിതത്തിന് കാരണം തീരുമാനിക്കുക. അപ്പോൾ നിഷാദ് അവിടെ പോയ ഒരാളും കൂടിയാണ്. എന്താ അവിടുത്തെ ഒരു ഭാവിയെക്കുറിച്ച് എന്താ തോന്നുന്നത്? സൈഫു, ഇപ്പം നമ്മളവിടെ പോയി കണ്ട അപകടമുണ്ടായ ഈ മുണ്ടക്കൈ, ചൂരൽമല, പുഞ്ചിരിമട്ടം അവിടെ ഒന്നും ഇനിയിപ്പോൾ താമസം സാധ്യമല്ല. അവിടെ പൂർണ്ണമായും തകർന്നു കഴിഞ്ഞു. ഇപ്പോൾ ആ പ്രദേശത്തെ ഭൂമിശാസ്ത്രപരമായി വീണ്ടെടുക്കുക എന്നത് നമുക്ക് സാധ്യമായ കാര്യമല്ല. പിന്നെ ഈ പറഞ്ഞ ത്രെട്ടും അവിടെയുണ്ട്. ഇവർ ഈ പ്രദേശം ആകെ പരിശോധിച്ചുകൊണ്ട് എവിടെയൊക്കെയാണ് സേഫ് ഏരിയ, അൺസേഫായിട്ടുള്ള സ്ഥലങ്ങൾ എവിടെയാണ് എന്നൊരു റിപ്പോർട്ട് ഉണ്ടാക്കി സർക്കാരിന് കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ എത്രയോ കാലമായിട്ട് ഈ ദുരന്തങ്ങളുടെ പശ്ചാത്തലത്തിൽ വരുന്നൊരു പ്രധാനപ്പെട്ട ആവശ്യം ആളുകൾ അപകട മേഖലയിൽ താമസിക്കാൻ പാടുണ്ടോ, അവിടെ നിന്ന് മാറി താമസിക്കേണ്ടതില്ലേ എന്നാണ്. അത് വലിയ തർക്കം ഉണ്ടാക്കുന്ന, വലിയ ഡിബേറ്റ് ഉണ്ടാക്കിയിട്ടുള്ള സംഗതി കൂടിയാണ്. കാരണം ഈ പുതിയ പുതിയ കെട്ടിട നിർമ്മാണങ്ങൾ അല്ലെങ്കിൽ വലിയ ക്വാറികൾ ഇവയൊക്കെ അപകടാവസ്ഥ കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ആ സ്ഥലങ്ങളിൽ നിന്ന് മാറി താമസിക്കേണ്ടതുണ്ടെന്ന ആവശ്യത്തെ ക്വാറികളാണോ അപകടം ഉണ്ടാക്കുന്നത്, കെട്ടിടങ്ങളുടെ നിർമ്മാണമാണോ അപകടം ഉണ്ടാക്കുന്നത്, ടൂറിസമാണോ അപകടം ഉണ്ടാക്കുന്നത്, പലതരത്തിലുള്ള ഡിബേറ്റിൽ കുടുങ്ങിയിട്ട് അതിനകത്തൊരു തീരുമാനത്തിലേക്ക് എത്താൻ നമുക്ക് പറ്റിയിട്ടില്ല. പക്ഷേ ഇത്തവണ കാണേണ്ട ഒരു സവിശേഷത എനിക്ക് തോന്നുന്നത്, കേരളം വലിയ പ്രകൃതി ദുരന്തങ്ങളുടെ ഒരു നാടായി മാറിക്കഴിഞ്ഞിട്ടുണ്ട്. 2018 കണ്ടു, 2019 കണ്ടു, 2024 സമാനതകളില്ലാത്ത ഈ ദുരന്തം നമ്മൾ കണ്ടു. അപ്പോൾ അതിൻ്റെ കാരണം എന്താണ്? ഭൗമശാസ്ത്ര പഠന കേന്ദ്രം പറയുന്ന ഏറ്റവും പ്രധാന സംഗതി എന്താണ്? അധിക മഴയാണ്. 543 മില്ലിമീറ്റർ 2 ദിവസം 48 മണിക്കൂർ കൊണ്ട് പെയ്തു. അത്രയും പെയ്താൽ ഭൂമിക്ക് താങ്ങാൻ കഴിയില്ല, പർവ്വതങ്ങൾക്ക് താങ്ങാൻ കഴിയില്ല, അവ പൊട്ടിത്തെറിച്ച് താഴേക്ക് വീഴുന്നു, ഈ അപകടം ഉണ്ടാകുന്നു എന്നതാണ്. ഇപ്പോൾ കേരളത്തിലെ മഴയുടെ വിതരണത്തിൽ വലിയ മാറ്റമുണ്ട്, അതൊരു യാഥാർത്ഥ്യമാണ്. മഴ അങ്ങനെ, അതായത് ഒരു ഷോർട്ട് ടൈമിൽ കൂടുതൽ മഴ പെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ അപകടം ഉണ്ടാവും. കാലാവസ്ഥ നമ്മുടെ അങ്ങനെ മാറി. ആ അപകടം ഉണ്ടാകുമ്പോൾ അപകടം ഉണ്ടാകുന്നതിൻ്റെ പരിസരത്ത് മനുഷ്യർ താമസിക്കുന്നുണ്ടെങ്കിൽ വലിയ കാഷ്വാലിറ്റി ഉണ്ടാവും. നമ്മളിപ്പോൾ നോക്കിയാൽ കേരളത്തിൽ പലയിടത്തും വലിയ തോതിൽ മഴ പെയ്യുന്നുണ്ട്. മഴ പെയ്താൽ പൊട്ടാൻ സാധ്യതയുള്ള പർവ്വതങ്ങളുണ്ട്. ആ പർവ്വതങ്ങളുടെ ഓരത്ത് മനുഷ്യർ താമസിക്കുന്നുണ്ട്. അപ്പോൾ റിസ്ക് 100%. അപ്പോൾ ആളുകൾ മാറുക എന്ന അടിയന്തരമായ ആവശ്യത്തിൻ്റെ മുമ്പിലേക്ക് നമ്മൾ വന്നിട്ടുണ്ട്. കാരണം അപകടമുള്ള സ്ഥലത്ത് ഇനി താമസിക്കാൻ പറ്റില്ല. അപ്പോൾ ഈ ഭൗമശാസ്ത്ര പഠന സംഘത്തിൻ്റെ 3 ദിവസത്തെ വിസിറ്റിൽ അവരുണ്ടാക്കുന്ന റിപ്പോർട്ട് ആ നിലയ്ക്ക് വളരെ പ്രധാനപ്പെട്ടതായിരിക്കും ഞാൻ പറഞ്ഞു. ക്വാറികളെയും നിർമ്മാണത്തെയും കുറിച്ചോ അല്ലെങ്കിൽ വനനശീകരണത്തെക്കുറിച്ചോ ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ചൊക്കെ പറയുന്നതിന് മുമ്പ് മൗലികമായ പ്രശ്നം അവിടെ നിൽക്കുകയാണ്. മഴ കൂടുന്നു, മഴ കൂടുമ്പോൾ ഉരുൾപൊട്ടലിൻ്റെ സാധ്യത കൂടുന്നു. കേരളത്തിലെമ്പാട് ഉരുൾപൊട്ടൽ, 100 കണക്കിന് 1000 ഉരുൾപൊട്ടലുകൾ കഴിഞ്ഞ വർഷങ്ങളുണ്ടായിട്ടുണ്ട്. ചെറുതും വലുതുമായിട്ടുള്ളത്, ലാൻഡ് സ്ലൈഡായിട്ട്, വലിയ ഉരുൾപൊട്ടലായിട്ട്, വനത്തിനകത്ത് പുറത്തൊക്കെ ആയിട്ട്. 2018 പ്രളയകാലത്താണ് ഏറ്റവും കൂടുതലുണ്ടായത്. അപ്പോൾ ആളുകൾ താമസിക്കുന്ന സ്ഥലത്ത് ഉണ്ടാവുക എന്ന് വെച്ചാൽ പിന്നെ താമസിക്കാൻ പറ്റില്ല. അപ്പോൾ ആളുകളെ അപകടകരമായ സ്ഥലത്ത് താമസിക്കുന്നതിൽ നിന്ന് തടയുക, ആളുകളെ സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറ്റിപ്പാർപ്പിക്കുക എന്ന് പറഞ്ഞ വമ്പൻ ഒരു പ്രോജക്റ്റ് എടുക്കാൻ സർക്കാർ നിർബന്ധിതമാകുന്ന ഒരു സിറ്റുവേഷനിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞിട്ടുണ്ട്. രണ്ടാമത്തേത്, പോപ്പുലേഷൻ കൂടിക്കൊണ്ടിരിക്കുമ്പോൾ ആളുകൾക്ക് താമസിക്കാൻ സ്ഥലം വേണമല്ലോ എന്നതുകൊണ്ട് നമുക്ക് അപകടകരമായ സ്ഥലത്ത് പോയി താമസിക്കുന്ന പ്രവണതയിൽ നിന്ന് നമ്മുടെ ആളുകളെയും നമ്മൾ പിന്തിരിപ്പിക്കേണ്ടതിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ്. എവിടെയും പോയി താമസിക്കാം എന്ന നില നമുക്കിനി എടുക്കാൻ പറ്റില്ല. കാരണം കാലാവസ്ഥ, ലോകത്താകമാനം മാറുകയാണല്ലോ. ആഗോള താപനത്തിൻ്റെ കാര്യമൊക്കെ നമ്മൾ പറയില്ല. ലോകത്താകമാനം കാലാവസ്ഥയിൽ വലിയ ചേഞ്ച് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ അറ്റ്മോസ്ഫിയർ മാറുന്നതിനനുസരിച്ച് നമ്മളും ചേഞ്ച് എടുക്കാതെ പോകാൻ പറ്റില്ല. അതുകൊണ്ട് മനുഷ്യർക്ക് ഒരുപാട് നീഡ്സ് ഉണ്ട്. അവർക്ക് താമസിക്കാൻ സ്ഥലം വേണം, അവർക്ക് താമസിക്കാൻ ബിൽഡിങ്ങുകൾ വേണം, അതിന് പാറ പൊട്ടിക്കണം. ഇതൊക്കെ ഉള്ളപ്പോൾ തന്നെ ഒരു പാറ പൊട്ടി വന്നാൽ അതിന് താഴെ താമസിക്കാം എന്ന നില എടുക്കാൻ പറ്റില്ല. നമ്മളിപ്പോൾ അവിടെ പോകുമ്പോൾ എന്തുമാത്രം മലകൾ കാണുന്നുണ്ട്. അമേപ്പാടി കഴിഞ്ഞ് അങ്ങോട്ട് പോകുമ്പോൾ കാണുന്നത് മുഴുവൻ മലകളാണ്, ചെറുതും വലുതുമായ മലകൾ. ഇവിടെ തന്നെയുള്ള അട്ടമല, വെള്ളരിമല,
ഇങ്ങനെ പല മല, ചൂരൽമല, അടിവാരങ്ങൾ നിറയെ വീടുകൾ. ഇതിൻ്റെയൊക്കെ അടിവാരങ്ങൾ, ഇതിനേക്കാളും റിസ്ക്കിയായ സ്ഥലത്ത് താമസിക്കുന്ന ഒരുപാട് പേരെ കാണാം. അത് തൊട്ടടുത്താണ് ഇപ്പോൾ നമ്മൾ പുത്തുമല കണ്ടത്. വയനാട്ടിനെ നോക്കുമ്പോൾ വയനാട് സവിശേഷമായി അങ്ങനെ ഒരു റിസ്ക്കി ആയിട്ടുള്ള, കുറച്ച് ഡേഞ്ചറസ് ആയിട്ടുള്ള സ്ഥലത്താണ് ഉള്ളത്. ചെറിയ ഏരിയയാണ്, നമ്മൾ നേരത്തെ പറഞ്ഞത്. ആ ഏരിയയിൽ കൂടുതൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ വരുന്നുണ്ട്, കൂടുതൽ ടൂറിസത്തുമായി ബന്ധപ്പെട്ട സംഗതികളുണ്ട്. ഇപ്പോൾ ഗാഡ്ഗിലിൻ്റെ പോലുള്ള റിപ്പോർട്ടുകൾ അവിടെ ഉണ്ട്. ഓൾറെഡി പ്രവചിക്കപ്പെട്ട സംഗതി, അല്ലെങ്കിൽ പരിഗണിക്കപ്പെടാതെ പോയ മുന്നറിയിപ്പുകളാണ് ഈ ദുരന്തം കൊണ്ടുവന്നൊക്കെ ഗാഡ്ഗിലിൻ്റെ റെസ്പോൺസൊക്കെ വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞ ഈ ദുരന്തം നമുക്ക് പുതിയ ചില സ്റ്റെപ്സ് എടുക്കാൻ നമ്മളെ നിർബന്ധിതമാക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. അജിംസ, ഈ വയനാട്ടിലും ഇടുക്കിയിലുമൊക്കെ ഇനിയും ജീവിക്കണം എന്നുണ്ടെങ്കിൽ പുതിയൊരു പ്ലാൻ വേണ്ടി വരില്ലേ? അപ്പോൾ പുതിയ പ്ലാനിനെ പറ്റിയുള്ള ചർച്ചയാണല്ലോ യഥാർത്ഥത്തിൽ നടക്കേണ്ടത്. കാരണം ഇതിങ്ങനെ പോയാൽ ശരിയാവില്ല എന്നിപ്പോൾ സാധാരണക്കാർക്ക് പോലും മനസ്സിലായിട്ടില്ല. അപ്പോൾ മുമ്പ് ഈ പ്രളയം ഉണ്ടാക്കിയത് എങ്ങനെ, അത് മനുഷ്യനിർമ്മിതമാണോ, മനുഷ്യർ കാരണമാണോ മഴ പെയ്തത്, ഡാം തുറന്നുകൊണ്ടാണോ പ്രളയം ഉണ്ടായത് എന്നൊക്കെയുള്ള തർക്കം, വളരെ ഫ്യൂട്ടൈലായിട്ടുള്ള തർക്കം, ഒരു തരത്തിലുള്ള ലോജിക്കില്ലാത്ത തർക്കങ്ങൾ കേരളത്തിൽ നടന്നുണ്ട്. പക്ഷേ ഇപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ നമുക്ക് ഒരു പരിസ്ഥിതി പഠന ക്ലാസ്സും ആവശ്യമില്ലാതെ നമ്മുടെ പ്രശ്നം എന്താണെന്ന് നമുക്ക് മനസ്സിലാവും. സാധാരണ മനുഷ്യന്മാർക്ക് ഒരു മനസ്സിലാവും എന്തുകൊണ്ടാണ് ഈ ദുരന്തം ഉണ്ടാകുന്നത്, അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് എല്ലാവർക്കും അറിയാം. അപ്പോൾ എവിടെ താമസിക്കാൻ പാടില്ല, എവിടെ വീട് വയ്ക്കാൻ പാടില്ല, എന്തുകൊണ്ട് ഇങ്ങനെയുള്ള സ്ഥലത്ത് ആളുകൾ വീട് വയ്ക്കുന്നു, ഈ കാര്യങ്ങളൊക്കെ ആളുകൾക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഇത് മനസ്സിലാവാത്തതുപോലെ കാണിക്കുന്നത് ആരാ? സർക്കാരാണ് ശരിക്കും. ഞങ്ങൾ ടൗൺഷിപ്പ് ഉണ്ടാക്കും എന്ന് പറയുമ്പോൾ എങ്ങനെ ടൗൺഷിപ്പ് ഉണ്ടാക്കും, എവിടെ ഉണ്ടാക്കും, എന്താണ് നമ്മുടെ പ്ലാൻ, വയനാട് പുനരധിവാസം എങ്ങനെയായിരിക്കും എന്നുള്ള കാര്യത്തിൽ വല്ല ധാരണയുണ്ട്? ഒരു ധാരണയില്ല. പണം പിരിക്കും, CMDRFലേക്ക് ഫണ്ട് പിരിക്കും, അല്ലെങ്കിൽ എല്ലാവരും സഹായിക്കണം, അങ്ങനെ പൈസയൊക്കെ ഉണ്ടാക്കും. നമ്മൾ ടൗൺഷിപ്പ് ഉണ്ടാക്കും, ആ സ്ഥലത്ത് അവർക്ക് ആശുപത്രി ഉണ്ടാവും, സ്കൂളുണ്ടാവും, സ്കൂൾ പുനർനിർമ്മിക്കും. ഇതിപ്പോൾ ഏത് സർക്കാരിനും പറയാവുന്ന കാര്യമാണ്. പക്ഷെ ഇവിടെ ഇല്ലാത്തത് എന്താണ്? ഒരു വിഷനാണ് ഇല്ലാത്തത്. ആ വിഷൻ എന്താണെന്ന് വെച്ചാൽ ഇനിയും അടുത്ത വർഷവും മഴ പെയ്യും. ഇപ്പോൾ ഈ മാസം ഇനി മഴ പെയ്യാൻ പോകണം. ഇപ്പോൾ കുറച്ച് ദിവസം വിട്ട് നിന്ന മഴ ഇന്ന് തുടങ്ങാൻ പോവാണ്. ഇന്ന് നാളേക്കായിട്ട് നല്ല മഴയായിരിക്കും. അപ്പോൾ ഈ മഴ പെയ്യുമ്പോൾ എന്താണ് ചെയ്യാൻ പോകുന്നത്? അത് എത്ര മഴ പെയ്യും? അത് എത്ര ശക്തമായിരിക്കും ആ മഴ? അത് എത്രമാത്രം ഈ സ്പെസിഫിക് റീജിയനിൽ എത്രമാത്രം കൂടുതൽ മഴ പെയ്യും? ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടോ? അത് ഏത് മേഖലകളായിരിക്കും? അവിടെയൊക്കെ ആളുകൾ താമസിക്കുന്നുണ്ടോ? അവരെന്ത് ചെയ്യണം? ഇതേക്കുറിച്ച് ആരും ചർച്ച പോലും ചെയ്യുന്നുണ്ടോ? അങ്ങനെ എന്തെങ്കിലും ഈ സമയത്ത് ഇപ്പോൾ മഴ നാളെ തുടങ്ങാൻ പോവാണ്, ഈ സമയത്ത് അങ്ങനെ ആരും ചർച്ച ചെയ്യുന്നില്ലല്ലോ. എവിടെയൊക്കെയാണ് ഉരുൾപൊട്ടൽ സാധ്യതയുള്ളത്? ഈ പറയുന്ന റെഡ് സോണിലുള്ള ആളുകൾ താമസിക്കുന്നുണ്ടോ? എങ്കിൽ അവരെ മാറ്റി പാർപ്പിക്കും. അങ്ങനെ പോലും ചർച്ചയില്ല. ഇത് ഉടൻ ചെയ്യേണ്ട ചില കാര്യങ്ങളെക്കുറിച്ചാണ് ചർച്ചയില്ലാത്തത്. അപ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇനി ഈ സ്ഥിരമായ ഒരു കാലാവസ്ഥ വ്യതിയാനത്തിൻ്റെ ഒരു ദുരന്ത ഭൂമിയായി കേരളം മാറാൻ പോവുകയാണ്. അവിടെ സ്ഥിരമായി കേരളത്തിൽ അങ്ങനെയുള്ള നാച്ചുറൽ കലാമിറ്റീസ് ഉണ്ടാകും എന്നൊരു ധാരണയുള്ളപ്പോൾ പോലും ഇനി എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? നമ്മൾ ആരും ചർച്ച ചെയ്യുന്നുണ്ടോ? ചർച്ച ചെയ്യുന്നില്ല. അതേക്കുറിച്ച് അഭിപ്രായം ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ എങ്ങനെയാണ് പൊതുവേ ഭരണകൂടത്തിൻ്റെ പെരുമാറ്റം എങ്ങനെയാണെന്നും നമ്മൾ കണ്ടതാണ്. ആരും അങ്ങോട്ട് പഠിക്കാൻ വരണ്ടാന്ന് ആദ്യം ഓർഡർ ഇറക്കുന്നു, പിന്നീട് അത് വിവാദമായപ്പോൾ പിൻവലിക്കുന്നു. അപ്പോൾ എന്താണ് പ്രശ്നമെന്ന് നമുക്കറിയാം. പക്ഷേ ആ പ്രശ്നത്തിന് പരിഹാരം കാണാനുള്ള ഇച്ഛാശക്തി ഭരണകൂടത്തിനില്ല. ആ ഇച്ഛാശക്തി ഇല്ലായ്മയുടെ ഒരു കാരണം എന്ന് വെച്ചാൽ അതിൽ ഒരുപാട് സാമ്പത്തികവും രാഷ്ട്രീയവും സാമൂഹികമായ ഘടകങ്ങളുണ്ട് സർക്കാരിനെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നത്. അതല്ലാതെ ഇവർക്ക് ഇതേപ്പറ്റി അറിയാൻ പാടില്ല എന്നൊന്നുമല്ല. ഇപ്പോൾ നമ്മളെ ഭരിക്കുന്ന മുഖ്യമന്ത്രിക്കോ ഏത് സർക്കാരാണെങ്കിലും അവർക്കൊന്നും ഈ പ്രശ്നം എന്താണെന്ന് അറിയാൻ പാടില്ലാത്തതല്ല. അപ്പോൾ ഒറ്റയടിക്ക് പറയും ക്വാറിയൊക്കെ നിർത്തലാക്കി കളഞ്ഞ പ്രശ്നം തീരുമോ? ഇതൊരു വളരെ സിമ്പിൾ ലോജിക്കാണ്. ലളിതയുക്തിയിലുള്ള ചോദ്യങ്ങളാണ്. വീട് പണിയാൻ കല്ല് വേണ്ടേ? ക്വാറി നിർത്താൻ പറ്റുമോ? മഴ നമുക്ക് തടയാൻ പറ്റുമോ? ഇങ്ങനെയുള്ള ലളിതയുക്തിയിലാണ് കാര്യങ്ങൾ ചോദിക്കുക. യഥാർത്ഥത്തിൽ ഈ ക്വാറി നിർത്തണമെന്നല്ലല്ലോ പറയുന്നത്. എല്ലാത്തിനും റെഗുലേഷൻ വേണമെന്നുള്ളതാണ്. അതായത് റെഗുലേഷൻ ഇല്ലാതെ, നിയന്ത്രണമില്ലാതെ ഈ കാര്യങ്ങൾ നടക്കാൻ പാടില്ല. ഇതിനൊരു വ്യവസ്ഥയും വെള്ളിയാഴ്ചയും വേണം. ഇതാണ് പറയുന്നത്. അപ്പോൾ ക്വാറിയൊക്കെ എല്ലാം അങ്ങ് നിർത്തി കളഞ്ഞിട്ട് നമുക്ക് കരിങ്കല്ലൊന്നും ഇല്ലാതെ എങ്ങനെ വീട് വയ്ക്കും? നിങ്ങൾ നഗരവാസികളായ പരിസ്ഥിതി പ്രവർത്തകർ കുറേ പേര് ഇതിനു വേണ്ടി പറയും. നഗരവാസിക്കും കല്ല് വേണം, അവിടെ താമസിക്കുന്നതിനും കല്ല് വേണം. ഈ കല്ല് നമ്മളിവിടെ നിന്ന് തന്നെ പൊട്ടിച്ചെടുക്കുകയും വേണം. പക്ഷെ ആ പൊട്ടിക്കുന്നതിന് നിയന്ത്രണം വേണം. എവിടെ നിന്നൊക്കെ പൊട്ടിക്കാൻ പാടില്ല എന്നുള്ള നിയന്ത്രണം വേണം. രണ്ടാമത്തെ കാര്യം, ഈ മലഞ്ചെരുവിൽ താമസിക്കുന്ന ഇത്തരത്തിൽ ദുരിതം ഉണ്ടാകാൻ സാധ്യതയുള്ള അവരെയൊക്കെ അവിടെ നിന്ന് മാറ്റിപ്പാർപ്പിക്കണം. മാറ്റിപ്പാർപ്പിക്കുമ്പോൾ അതിന് ഭൂമിയുണ്ട്. കേരളത്തിൽ ഇഷ്ടംപോലെ ഭൂമിയുണ്ട്. നമ്മൾ കേരളത്തിൽ ഭയങ്കര ഡെൻസ്ലി പോപ്പുലേറ്റഡ് ആണ്, ശരിയാണ്. പക്ഷേ കേരളത്തിൽ മനുഷ്യന്മാർക്ക് താമസിക്കാനുള്ള ഭൂമിയുണ്ട്. പക്ഷേ ആ ഭൂമിയെ കുറേ ആൾക്കാരെ കയ്യിലിരിക്കുകയാണ്. ലക്ഷക്കണക്കിന് ഏക്കറെ കൈവശമുള്ള കമ്പനികളും ഉണ്ട്. ആ കമ്പനികളുമായി സർക്കാർ എന്ത് ചെയ്യാണ്? ഉടമസ്ഥാവകാശം സംബന്ധിച്ച് കോടതി പോയി തർക്കിച്ചുകൊണ്ടേയിരിക്കുകയാണ്. വർഷങ്ങളായിട്ട് ആ നിയമപോരാട്ടം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഭൂമിയില്ലാത്തതോ ഒന്നുമല്ല പ്രശ്നം. ആ ഭൂമി വാങ്ങാനുള്ള പണം ഈ പറയുന്ന ആളുടെ കയ്യിൽ ഇല്ലാത്തതാണ് പ്രശ്നം. ഞാൻ അതിൻ്റെ ഒരു ഏറ്റവും നല്ല എക്സാമ്പിൾ പറയാം. എനിക്കത് പറയാതെ പോകാൻ പറ്റില്ല. ഈ തോട്ടം തൊഴിലാളികളാണല്ലോ ഈ മരിച്ചവർ. തോട്ടം തൊഴിലാളികളോ അവരുടെ പിന്മുറക്കാരാണ് മരിച്ചത്. എങ്ങനെയാണ് ഈ തോട്ടം തൊഴിലാളികളോട് വന്ന് താമസിക്കുന്നത്? തോട്ടം തൊഴിലാളികൾ താമസിക്കുന്നത് എങ്ങനെയാണ്? തോട്ടഭൂമിയിൽ അവർക്ക് ജോലി ചെയ്യുമ്പോൾ അവർക്ക്
ലയങ്ങളുണ്ടാവും. അവിടെ നിന്ന് വിരമിച്ചു കഴിഞ്ഞാൽ അവർ പുറത്തേക്ക് വരും, ഭൂമി ഇല്ലാത്തവരായിട്ട് ഭൂരഹിതരായി പുറത്തേക്ക് വരുന്നു. അപ്പോൾ ഇവരുടെ മുൻകാല ആളുകൾക്കൊന്നും ഭൂമി ഉണ്ടായിരുന്നില്ല. ഇല്ല, തോട്ടം തൊഴിലാളികൾക്ക് എന്തിനാ ഭൂമി? അവർക്ക് അവിടെ ലയം ഉണ്ടല്ലോ. അപ്പോൾ ഇവർ സമ്പാദിച്ച പൈസയായിട്ട് വന്നിട്ടാണ് ഈ മലഞ്ചേരിയിൽ ഇത് വയ്ക്കുന്നത്. ഈ തോട്ടങ്ങൾ എന്തിനാണ് നിലനിർത്തിയതെന്ന് നിങ്ങൾക്കറിയാം? അതായത് ഈ തോട്ടം മേഖലയെ ഭൂപരിഷ്കരണത്തിൽ നിന്ന് ഒഴിവാക്കിയത്. അതായത് ഒരു വ്യക്തിക്കോ കുടുംബത്തിനോ കൈവശം വയ്ക്കാവുന്ന പരമാവധി ഭൂമിയുടെ അളവ് കേരളത്തിൽ 15 ഏക്കറാണ്. അപ്പോൾ 15 ഏക്കറിൽ കൂടുതലുള്ള തോട്ടങ്ങളുണ്ടായി. തോട്ടഭൂമിയെ ഭൂപരിഷ്കരണ നിയമത്തിൽ നിന്ന് ഒഴിവാക്കി. ഈ തോട്ടഭൂമിയെ ഭൂപരിഷ്കരണത്തിൽ നിന്ന് ഒഴിവാക്കിയത് എന്തിനാണെന്നറിയാം? അത് ഒരു വ്യവസായമായി, തോട്ടം മേഖല ഒരു വ്യവസായമായി നിലനിൽക്കാനും തൊഴിൽ സാധ്യത വർദ്ധിപ്പിക്കാനുമാണ്. എന്നിട്ട് ഇപ്പോൾ യഥാർത്ഥത്തിൽ എന്താ സംഭവിക്കുന്നു? അത് വല്ല തൊഴിൽ ഉൽപ്പാദിപ്പിക്കുന്നുണ്ടോ? ഈ തോട്ടം മേഖലയിൽ കാർഷികോൽപാദനം അല്ലെങ്കിൽ നാണ്യവിളകളുടെ ഉൽപ്പാദനം എത്രമാത്രമുണ്ട്? അതിൻ്റെ ഉൽപ്പാദനം വർദ്ധിക്കുന്നുണ്ടോ? തോട്ടങ്ങളൊക്കെ പൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് ആ തോട്ടങ്ങളൊക്കെ എന്ത് ചെയ്യണം? ടൂറിസം ആവശ്യത്തിന് വേണ്ടി മുറിച്ച് വിറ്റുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഭൂമിയൊക്കെ യഥാർത്ഥത്തിൽ ആരാണ്? ഈ വൻകിട തോട്ടങ്ങളുടെ ഭൂമി എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ സർക്കാരിൻ്റെയാണ്. അവർ പാട്ടത്തിന് കൊടുത്തതാണ്. ആ പാട്ടത്തിന് കൊടുത്ത ഭൂമി പോലും സർക്കാരിന് തിരിച്ചുപിടിക്കാൻ കഴിയുന്നില്ല. അപ്പോൾ ഹാരിസണുമായിട്ട് എല്ലാ ജില്ലയിലും സർക്കാർ കേസെടുത്തിക്കൊണ്ടിരിക്കുക. അപ്പോൾ യഥാർത്ഥത്തിൽ ഇവിടെ ഭൂമിയുണ്ട്. ആ ഭൂമി വിതരണം ചെയ്യാൻ, പുനർവിതരണം ചെയ്യാനുള്ള വകുപ്പുണ്ട്. രാജമാണിക്യം റിപ്പോർട്ട് ഓർക്കുന്നുണ്ടാവും ഉമ്മൻചാണ്ടിയുടെ കാലത്ത്. ഹാരിസന്റെ ഭൂമി മൊത്തം തിരിച്ചു പിടിക്കാനുള്ള നിയമമുണ്ട്. ഓൾറെഡി ഉള്ള നിയമം വെച്ച് തിരിച്ചു പിടിക്കാമെന്ന് പറഞ്ഞിട്ട് അത് പിടിക്കാതെ അവർക്ക് കരാടയ്ക്കാൻ അനുമതി കൊടുത്ത് എന്നിട്ട് അവരുടെ കേസ് എടുത്താണ് സർക്കാർ ചെയ്യുന്നത്. അപ്പോൾ ഇത് വലിയ തോതിലുള്ള പൊളിറ്റിക്കൽ സ്കാമാണ്. അപ്പോൾ ഇത് കേരളത്തിന് സംഭവിച്ച പതിറ്റാണ്ടുകളായിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന അബദ്ധങ്ങളാണ്. ഈ അബദ്ധങ്ങൾ തിരുത്തണമെങ്കിൽ നല്ല വിഷനുള്ള, നല്ല ഇച്ഛാശക്തിയുള്ള ഭരണാധികാരികൾ വരണം. ഞാനിത് ഏതെങ്കിലും മുന്നണിയോ പാർട്ടിയോ വെച്ചല്ല പറയുന്നത്. ഇച്ഛാശക്തിയുള്ള ഭരണാധികാരികൾ വന്നിട്ട് ഒരു സംസ്ഥാനത്തിൻ്റെ നിലനിൽപ്പ്, ഇത് നിലനിൽപ്പിൻ്റെ കൂടി പ്രശ്നമാണ്. ഒരു സംസ്ഥാനത്തിൻ്റെ നിലനിൽപ്പാണ്, നമ്മുടെ ജനങ്ങളുടെ നിലനിൽപ്പാണെന്നുള്ള ഉത്തമ ബോധ്യത്തോടെ ജനങ്ങളുടെ നന്മയെ മാത്രം ലക്ഷ്യം വയ്ക്കുന്ന ഏതെങ്കിലും ഭരണാധികാരികൾ വരുന്ന കാലത്ത് ഇത് മാറുമായിരിക്കും. പക്ഷെ അങ്ങനെ മാറാൻ വേണ്ടി ഈ ജനങ്ങൾ നോക്കിയെന്നുള്ള ക്വസ്റ്റ്യൻ. അപ്പോൾ ജനങ്ങളെ സംബന്ധിച്ചിപ്പോൾ എന്താണ്? വയനാട്ടിലല്ലേ, ആലപ്പുഴ കിടക്കുന്ന എനിക്ക് എന്താണ് പ്രശ്നം, അല്ലെങ്കിൽ കോഴിക്കോട്ടുള്ള എനിക്ക് എന്താണ് പ്രശ്നം, എറണാകുളത്തുള്ള ഞാൻ എന്താ പ്രശ്നം എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ട്. അങ്ങനെയല്ല, നമ്മുടെ ജനങ്ങളുടേതായ ഒരു ചെറുത്തുനിൽപ്പ്, ജനങ്ങളുടേതായ ഒരു സമ്മർദ്ദം ഭരണകൂടത്തിന് വേണ്ടി ഇത്തരം പോളിസിയുടെ കാര്യത്തിൽ ഉണ്ടാവണം. അങ്ങനെ ജനങ്ങൾ എഡ്യൂക്കേറ്റ് ചെയ്യപ്പെടുകയും ജനങ്ങൾ അതേക്കുറിച്ച് പ്രതികരിക്കാൻ തുടങ്ങുന്ന ഒരു കാലത്ത് ഇതിനൊക്കെ മാറ്റം വരുമായിരിക്കും. അതല്ലെങ്കിൽ ഇതിപ്പോൾ ഈ രക്ഷാദൗത്യം കഴിഞ്ഞ് കഴിയുമ്പോൾ വയനാടിനെ നമ്മൾ മാധ്യമങ്ങൾ ഉൾപ്പെടെ മറക്കും. പിന്നെ അത് ചർച്ച ചെയ്യുന്നവരെന്ത് ചെയ്യും? പരിസ്ഥിതി മൗലികവാദികൾ എന്ന് പറഞ്ഞ് കുറ്റം പറയും. ഇതാണ് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. റിപ്പീറ്റാണ്. 2018 മുതൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ആ ദുരന്തത്തിൻ്റെ രക്ഷാദൗത്യം നടക്കുമ്പോഴൊക്കെ ഇങ്ങനെ ചർച്ച ചെയ്യുക ചെയ്യും. അത് കഴിഞ്ഞ് നിങ്ങൾ എന്തെങ്കിലും ഇതിനെപ്പറ്റി പറഞ്ഞാൽ അവനെ പരിസ്ഥിതി മൗലികവാദിയാക്കും, ചീത്ത വിളിക്കും, സൈബർ അറ്റാക്ക് നടത്തും. ഇതാണ് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്.